നിങ്ങളൊരു ചിമ്മിണി മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണോ? അതുപോലെ തന്നെ കൂടുതൽ സെക്ഷൻ പവറുള്ള ചിമ്മിണിയാണോ നല്ലത്, അല്ലെങ്കിൽ കുറഞ്ഞ സെക്ഷൻ പവറുള്ള ചിമ്മിണിയാണോ? ഏതാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഏറ്റവും എളുപ്പം, നല്ലത് ഏതാണ്? ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനൊരു ക്ലാരിറ്റി ഉണ്ടാവും, നിങ്ങൾക്ക് ഏത് ചിമ്മിണിയാണ് മേടിക്കേണ്ടത് എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സിക്യൂട്ടീവിൻ്റെ അടുത്തേക്ക് നമ്മളൊരു ചിമ്മിണി മേടിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സക്ഷൻ പവർ കൂടുതലുള്ള ചിമ്മിണി വേണം. എന്തിനാണ് സക്ഷൻ പവർ കൂടുതലുള്ള ചിമ്മിണി? ഇതിപ്പോൾ ഇതുപോലത്തെ ഒരു നമ്മുടെ കിച്ചണിൽ വെക്കുന്ന ഒരു ചിമ്മിണി, ഈ ചിമ്മിണി 90 സൈസിലും 60 സെൻറ്റിമീറ്റർ സൈസിലും 75 സൈസിലും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ എല്ലാവരും കൂടുതലായിട്ട് ചോദിക്കുന്നത് കൂടുതൽ സെക്ഷൻ പവർ വേണം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഓരോരോ പരസ്യങ്ങൾ കാണും ഞങ്ങളുടെ മോഡലുകൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിയിൽ ഇത്രയും സെക്ഷൻ പവർ കൂടുതലുള്ള ചിമ്മിണികളുണ്ടെന്നുള്ള കാര്യം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് എത്രത്തോളം സെക്ഷൻ പവറുള്ള ചിമ്മിണി വേണം, നമ്മളുടെ യൂസേജ് എന്താണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്താണ് നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, കൂടുതൽ സെക്ഷൻ പവർ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ സൗണ്ടുകളും എല്ലാ കാര്യങ്ങളും വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ചിമ്മിണി പർച്ചേസ് ചെയ്യേണ്ടത്? നിങ്ങളൊരു ചിമ്മിണി മേടിക്കാൻ പോകുമ്പോഴത്തേക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മളുടെ ചിമ്മിണി വെക്കുന്ന ഹൈറ്റ് പ്രിഫറൻസ് ആദ്യം കൊടുക്കണം. കാര്യം ഇത് 65 to 75 ആണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് വരേണ്ടത്, മിനിമം ടു മാക്സിമം. അതിൽ കൂടുതൽ നമ്മൾ ഇങ്ങനത്തെ കെർവായിട്ടുള്ളതായാലും അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ളതായാലും ചിമ്മിണി വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ സക്ഷനെ ഒരുപാട് അത് ബാധിക്കും. അതൊരു ഒന്നാമത്തെ കാരണം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ചിമ്മിണിയിൽ നിന്ന് പുറത്തേക്ക് ഡക്റ്റിങ് പോകുന്ന പൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നോർമലി എത്ര മീറ്റർ വരുന്നുണ്ട്? നോർമൽ ഒരു ചിമ്മിണിയുടെ പൈപ്പ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 10 ഫീറ്റ് അല്ലെങ്കിൽ 3 മീറ്ററാണ്. അപ്പോൾ ഈ ഒരു 3 മീറ്ററിനകത്താണ് നമ്മളുടെ വീട്ടിൽ ചിമ്മിണി വെക്കുന്നത്, അതിൻ്റെ ഡക്റ്റിങ് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു 1200 സെക്ഷൻ അല്ലെങ്കിൽ 1000 സെക്ഷൻ വരെയുള്ള ചിമ്മിണി ഉണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിൽ ധാരാളമാണ്. അതിൽ കൂടുതൽ സെക്ഷൻ നമുക്ക് വീട്ടിൽ ആവശ്യമില്ല. ഐഡിയലായിട്ട് നമുക്ക് ചിമ്മിണിക്ക് വേണ്ട സെക്ഷൻ പവർ എന്ന് പറഞ്ഞാൽ 800 to 1100 നമുക്ക് നോർമലി വേണ്ടത്. ഈ ഒരു 10 ഫീറ്റ് അല്ലെങ്കിൽ ഒരു 3 മീറ്ററിനകത്ത് നിൽക്കുന്ന ഒരു ഡക്റ്റിങ്ങിലാണ് നമ്മൾ ഈ ചിമ്മിണി ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അത്രയും സെക്ഷൻ മതി. അതിൽ കൂടുതൽ സെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെസിബിൾ സൗണ്ട് ഓട്ടോമാറ്റിക് കൂടും. ഇനി നമുക്ക് ഒരു 1500 സെക്ഷൻ പവർ ചിമ്മിണി നമുക്ക് ഇങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്, ഏത് സാഹചര്യത്തിലാണ് നമുക്കത് വേണ്ടി വരുന്നത്? കാര്യം ഒരു 3 മീറ്ററിന് പുറത്തേക്ക് നമുക്ക് പൈപ്പിംഗ് ആവശ്യമായിട്ടുള്ള വരുന്ന സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഒരുപാട് വളവുകൾ ബെൻഡുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ സാധാരണ ഒരു 1000 സെക്ഷൻ പവർ ചിമ്മിണി ഉണ്ടെങ്കിൽ നമുക്ക് ആ സെക്ഷൻ കറക്റ്റായിട്ട് ഡിസ്ചാർജ് ആയിട്ട് വെളിയിലോട്ട് പോകില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രമാണ് നമുക്ക് 1500 അല്ലെങ്കിൽ 1600 സെക്ഷൻ പവറുള്ള ചിമ്മിണിയുടെ ആവശ്യം വരുന്നുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നോർമൽ ഒരു ഉപയോഗത്തിനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1000-1100 സെക്ഷൻ പവർ ചിമ്മിണി മതി. പക്ഷേ ഇതൊന്നും ആൾക്കാർ ചിന്തിക്കാതെ ഡയറക്റ്റ് തന്നെ 1500 സെക്ഷൻ പവറുള്ള ചിമ്മിണിയാണ് മേടിക്കുന്നത്. അതിൻ്റെ ആവശ്യം നമ്മുടെ സാധാരണ ഒരു വീടുകളിൽ നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ഉപയോഗത്തിനനുസരിച്ചുള്ള ചിമ്മിണി മേടിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. കൂടുതൽ പൈസ വെറുതെ കളയേണ്ട ആവശ്യം നമുക്കില്ല.